എയർ ഫ്രയർ വീട്ടിലുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഇട്ടെന്ന്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ അതാ ആദ്യം ഞാൻ അതിനായിട്ട് നമുക്ക് ചിക്കനിൽ മസാല പുരട്ടാനായിട്ട് ഒരു മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് തക്കാളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള ഉപ്പ്, മല്ലിയില, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം വിനീഗർ, കുരുമുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കനിലേക്ക് നമ്മളുടെ ഈ ഒരു പേസ്റ്റ് നന്നായിട്ട് തന്നെ പരട്ടി കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ട് വേണം കേട്ടോ. എന്നിട്ട് നമ്മളതൊരു 2 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മൾ മസാല വരട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് കുഴച്ച് അതിൽ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യണത്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു സിലിക്കണ്ട പാത്രത്തിൽ കുറച്ച് എണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു ബ്രഷ് കൊണ്ട്. എന്നിട്ട് നമ്മുടെ ചിക്കൻ പീസസ് ഇത് അതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. മേലേക്ക് വെക്കരുത്, ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഫുള്ളായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലേക്ക് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ, ഇനി സ്പ്രെയർ ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇച്ചിരി ഒന്ന് മേലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ടീസ്പൂണോളം മതിയാവും കേട്ടോ. എന്നിട്ട് നമുക്ക് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് 25 മിനിറ്റാണ് ഞാൻ ടൈം കൊടുത്തിട്ടുള്ളത്. അതുപോലെ 200 ഡിഗ്രി. ഇനിയൊരു 10 മിനിറ്റൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കിക്കോളൂ. അതുപോലെ 10 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ അതങ്ങ് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല മസാലയും അതുപോലെ തന്നെ വളരെ ഹെൽത്തി അല്ലേ. പിന്നുണ്ടല്ലോ, നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് അതുപോലെ തന്നെ ആ തിരിച്ചിട്ട ഭാഗത്തും ഒന്ന് സ്പ്രേയർ കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത്. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.